നമസ്കാരം. ചെർപ്പശ്ശേരി നെല്ലായ സ്വദേശി മുരളീറാം അഭിനയിച്ച ജഗള എന്ന സിനിമ ജൂലൈ 18 തിയേറ്ററുകളിൽ എത്തുകയാണ്. നമ്മുടെ നാട്ടുകാരനായ മുരളീറാമേട്ടൻ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. മുരളീറാമേട്ട, സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മൾ അഭിനയിച്ചൊരു സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആങ്സൈറ്റി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ പറ്റിയുള്ള അനുഭവം, എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയേണ്ടത്. നമ്മൾ ചെർപ്പശ്ശേരിക്കാരൻ നായകനായി എന്ന് വരുമ്പോൾ ഒരു നായക കഥാപാത്രം തന്നെ ചെയ്തു വരിക എന്ന് പറയുമ്പോൾ അത് ചെർപ്പശ്ശേരിക്കാരെ സംബന്ധിച്ചും നെല്ലയക്കാരെ സംബന്ധിച്ചൊക്കെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അതെ. എങ്ങനെയാണ് സിനിമയിലേക്ക് എൻട്രി വരുന്നത്? എൻ്റെ ഈ സിനിമയിലേക്കുള്ള എൻട്രി ആണ് ഉദ്ദേശിച്ചതെങ്കിൽ, ജഗള എന്നുള്ളത് ഞാൻ വാക്കിൻ്റെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഞാൻ അച്ഛനിൽ നിന്നാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അച്ഛനിൽ നിന്ന് കേൾക്കുകയെന്ന് വെച്ചാൽ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ജഗളയുടെ ആ കാലഘട്ടമായിരുന്നു, ഒരു 9-10 വയസ്സുള്ളപ്പോൾ. അപ്പോൾ അച്ഛൻ വീട്ടിൽ കഥകൾ പറയും, ജഗളുടെ കഥകൾ. ഈ നെല്ലായ പാടത്തുനിന്ന് ആ തോട് കടന്ന് ലഹളക്കാർ വന്നതും, അങ്ങനെ ഇവിടെ അവർ ഹാലിളകിക്കൊണ്ടുള്ള അവരുടെ ഇവിടുത്തെ ഇടപാടുകളും അവരുടെ കാര്യങ്ങളും കലാപങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ അച്ഛൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ചെറുപ്പകാലത്ത്. അച്ഛൻ അതിൻ്റെ മുന്നേ ഉള്ള കലാപങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിക്കും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇതിങ്ങനെ നിരന്തരമായി കേൾക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ജഗള എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു കഥയാക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സിനിമ എന്നുള്ള സങ്കല്പമൊക്കെ പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഈ ഇതിലെ പ്രധാന കഥാപാത്രമുള്ള ചേക്കു, അദ്ദേഹം എവിടെ നിൽക്കണം, ഏത് പക്ഷത്ത് നിൽക്കണം എന്നൊക്കെ ഒരു ആശയക്കുഴപ്പമുള്ളൊരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം എൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ ചെറുപ്പകാലം മുതൽക്കുള്ള ഈ ജഗള കഥകൾ ഇങ്ങനെ കേട്ടിട്ടുള്ള ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഈ ചേക്കു എന്ന കഥാപാത്രത്തെ, ഈ ജഗള എന്ന് പറയുന്നതിനൊരു വെറൈറ്റി പേരായിട്ടാണ് തോന്നിയത് എനിക്ക്. അപ്പോൾ ഈ ലഹള എന്ന് തന്നെയാണ് ഈ ജഗള എന്നുകൊണ്ട്. അതെ, ജഗള എന്നതൊരു കൊളാക്കൽ ലാംഗ്വേജാണ്. അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അന്നത്തെ ആളുകൾ പ്രായമായവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ ജഗള ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോദിക്കും, എന്ത് ജഗള പറഞ്ഞു? അപ്പോൾ അച്ഛൻ പറയുന്നത് ലഹള എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണത് ലഹളയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ പലരും എന്നോട് പറഞ്ഞു, കന്നഡയിൽ ജഗള എന്ന് പറഞ്ഞാൽ ലഹള തന്നെയാണ് അർത്ഥം, മറാത്തിയിലും അത് തന്നെയാണ് അർത്ഥം, ഹിന്ദിയിലും അത് തന്നെയാണ് അർത്ഥം. അങ്ങനെ ജഗള എന്നുള്ള പേര് അത് തീരുമാനിക്കുകയാണ്. അതിൻ്റെ കഥ രൂപപ്പെട്ട് വന്ന സമയത്ത്, അത് തിരക്കഥയാക്കി ഞാൻ എഴുതുന്ന സമയത്തും സംഭാഷണങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ ജഗള എന്ന് തന്നെയാണ് മനസ്സിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇതിലിപ്പോൾ ചേക്കു എന്ന ഒരു മുസ്ലിം യുവാവിൻ്റെ ക്യാരക്ടറാണ് ഇപ്പോൾ മുരളിയേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. അതെ. ആ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു, ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത? ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ഗ്രാമത്തിൽ, ഏറനാടിൻ്റെ ഒരു ഗ്രാമത്തിലേക്ക് ലഹള നടക്കാത്ത ഗ്രാമമാണത്. അവിടേക്ക് ലഹള വരും എന്നുള്ള ഭീതി നിലനിൽക്കുന്ന ഒരു പ്രദേശം. ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ വളരെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു ഗ്രാമം. പക്ഷേ പല പ്രദേശങ്ങളിലും ഈ ലഹള നടക്കുന്നത് ഇവരറിയുന്നുണ്ട്, പത്രങ്ങളിലൂടെ അറിയുന്നുണ്ട്, നാട്ടുഭാഷാ സംസാരങ്ങളിലൂടെ അറിയുന്നുണ്ട്, മറ്റുള്ളവർ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അറിയുന്നുണ്ട്. ഇവിടെ ചേക്കു എന്ന് പറയുന്ന കഥാപാത്രം അനാഥനാണ്, ദരിദ്രനാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് അവിടെ ചിയാ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ് പള്ളിയിലെ. അപ്പോൾ ആ പള്ളിയിലെ മുസ്ലിയാർക്ക് ഭക്ഷണം കൊണ്ടെടുക്കുന്ന ആളാണ്. അപ്പോൾ കയ്യിലിങ്ങനെ ഒരു മൺപാത്രത്തിൽ ഭക്ഷണം പിടിച്ച് പുഴ കടന്ന് അദ്ദേഹം കൊണ്ടേ കൊടുക്കുന്നതാണ്, ഓരോ വീട്ടിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് ഈ ഭക്ഷണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഇങ്ങനെ ഈ സഞ്ചാരത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന അറിവുകൾ, ലഹളകളെക്കുറിച്ചുള്ള, ഇന്ന ഗ്രാമങ്ങളിലുണ്ടായി ലഹള, ഇന്ന തലേന്ന ഇന്ന പ്രദേശങ്ങളിൽ ലഹളയുണ്ടായി, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ കേൾവിയാണ് അദ്ദേഹത്തെ ഈ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അത് അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം അത് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് മുസ്ലിയാരോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണിത് കഥ. ഈ മലബാർ കലാപം തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം, ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് നീങ്ങുന്നത്. അതെ, മലബാർ കലാപം എന്ന് വെച്ചാൽ, കലാപം എന്ന് നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ, പശ്ചാത്തലം ഇതിൻ്റെ മലബാർ കലാപമാണ്, അത്രേ പറയുന്നുള്ളൂ. പശ്ചാത്തലം മലബാർ കലാപമാണ്. ബാക്കിയൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ. അതെ, സിനിമ നമ്മൾ കാണാൻ പോണ സിനിമ നമ്മൾ കൂടുതൽ പറയുന്നത് ശരിയല്ല. എങ്കിൽ കൂടി എത്രത്തോളം ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ വെല്ലുവിളിയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു? തീർച്ചയായിട്ടും വളരെയധികം വെല്ലുവിളിയുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ സിനിമ, നവ രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ കഥാപാത്രം, ഭരതൻ്റെയൊക്കെ കഥാപാത്രം പോലുള്ള ഒരു കഥാപാത്രം
സൃഷ്ടിക്കപ്പെടുകയും അതിലേക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അത് ഫലിപ്പിക്കാൻ മാക്സിമം 100% കഴിഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. ഇനി അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ പോലെയൊക്കെ കണ്ടതിന് ശേഷം തീരുമാനിക്കണം. നമ്മൾ വളർന്നു വന്ന അനുഭവ പശ്ചാത്തലം ഇപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ആ സംഭവങ്ങളൊക്കെ ഈ സിനിമയിലെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളർന്നു വന്ന സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ചില ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം, ദാരിദ്ര്യം. ഇപ്പോൾ ഇതിൽ തന്നെ ചില കാര്യങ്ങൾ കാണിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ കഞ്ഞി പാർച്ച എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നു. അത് ദാരിദ്ര്യമാണ് ഗ്രാമത്തിൽ മുഴുവൻ, നമ്മുടെ നാട്ടിൽ മുഴുവൻ. അപ്പോൾ ഒരു 3ഓളം കഞ്ഞി പാർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയാണ്. അപ്പോൾ നാട്ടിൽ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. അവരാണ് കാലത്ത് വരിക, അവരാണ് പയറ് പച്ചക്കറികൾ എല്ലാം അരിഞ്ഞുകൊണ്ട് കറികൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ അരികളും പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് പന്തലിട്ടിട്ട്, ഓല കൊണ്ട് പന്തലിട്ടിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കും. എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എന്ന് വേണ്ട എല്ലാവരും ഇതിൽ പങ്കെടുക്കും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. ഇന്നത്തേക്കാൾ കൂടുതൽ അത് കണ്ടു വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമ അങ്ങനെ നിങ്ങൾ ചോദിച്ചതുപോലെ ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കലാപങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ നാട്ടിൽ മുന്നേ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദൃശ്യാവിഷ്കാരമല്ലേ? അതാണ്. ഈ സിനിമ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ അതിൻ്റെയൊക്കെ ഭാഗം എഴുത്തും നിർവഹിച്ചിരിക്കുന്നത്, രചനയും നിർവഹിച്ചിരിക്കുന്നത് മുരളിയേട്ടൻ തന്നെയാണ്. അപ്പോൾ എത്ര സമയമെടുത്തു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ? ദീർഘകാലമായിട്ട് സിനിമയിൽ നിൽക്കുന്ന, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാൾ കൂടിയാണ് മുരളിയേട്ടൻ. അതെ. ഞാൻ ഏകദേശം 92 മുതൽക്ക് സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ നിലവിലുണ്ട്. സിനിമയുടെ ഭാഗമായിട്ടല്ല, സിനിമയ്ക്ക് പുറകെ ഞാൻ നടക്കുന്നുണ്ട്. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒറ്റപ്പാലം NSS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇവിടുന്ന് കോളേജിൽ നിന്ന് പോകുന്ന വഴിക്കാണ് പനമണ്ണ അവിടെ തറവാട്ടിൽ വാത്സല്യം ഷൂട്ടിങ് നടക്കുന്നത്. മമ്മൂട്ടറെ ഷൂട്ടിങ് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ കോളേജിൽ പോകാണ്ട് അവിടെ ഇറങ്ങും. എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ എത്തും. അവിടുന്ന് ഞാൻ പല ഡയറക്ടർമാരെയും, കൊച്ചിൻ അനീഫ പോലുള്ള ഡയറക്ടർമാരെ ഒക്കെ ഞാൻ ചെല്ലും. എനിക്ക് എൻ്റെ ആഗ്രഹം പറയും, ഞാൻ കൂടെ നിൽക്കണം, അതിനാണ് ആഗ്രഹം, കൂടെ നിൽക്കണം എന്ന് പറയും. അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കെ മധുവിനെ പോലുള്ള സാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കെ മധു സാറിനെ കാണും, അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ കൂടെ നിൽക്കട്ടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്ന് നടന്നില്ല, സാധിച്ചില്ല. പിന്നീട് ഞാൻ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഇരുമ്പാലശ്ശേരി UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മാത്യു മാഷ് പറഞ്ഞിട്ട് സാറുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹം റിട്ടയർഡായി ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് സ്വസ്ഥ ജീവിതം നയിക്കുക. അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്നെ സ്കൂൾ നാടകത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് നാടകങ്ങളോട് വലിയ ക്രൈസായി. പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തും വളരെയധികം ഈ നാടകങ്ങളിൽ കയറാൻ വേണ്ടി എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഫോം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരോടൊക്കെ നാടകം ചെയ്യുന്നവരോടൊക്കെ ചോദിക്കും, പക്ഷേ ആരും സമ്മതിക്കില്ല. പിന്നീട് ഡിഗ്രി പഠന കാലത്തും ഞാൻ അന്ന് NSSലൊക്കെ വളരെ വലിയ ഗ്രാൻഡായിട്ടുള്ള നാടക ബാച്ചുകളുണ്ട്, അവരോടൊക്കെ ചെന്ന് ചോദിക്കും. പക്ഷെ അവരൊക്കെ നമ്മളെ ഉൾപ്പെടുത്തില്ല. കാരണം ഞാനൊരു ഒറ്റയാനായിട്ടായിരുന്നു യാത്ര ഇതുവരെയും, അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തായിരുന്നില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് നാടകങ്ങൾ ചെയ്ത്, കാലചക്രം പോലുള്ള നാടകങ്ങൾ എഴുതി നാട്ടിലൊക്കെ അവതരിപ്പിച്ച്, അത് ജന്മിത്ത വ്യവസ്ഥിതിക്ക് എതിരെയുള്ള അതിശക്തമായിട്ടുള്ളൊരു നാടകമായിരുന്നു. അപ്പോൾ ജനങ്ങളെ കണ്ടവരൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ അടുത്ത ഈ ക്ഷേത്രത്തിൽ പോലും ഇത് ചെയ്തിട്ടുണ്ട്, ആ നാടകം കളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെയധികം പ്രശംസ കിട്ടിയ നാടകമാണ്. പിന്നീട് അങ്ങോട്ട് നാടകത്തിലേക്ക് അതിനുശേഷം പല നാടകങ്ങളും ഞങ്ങൾ ചെയ്തു. കേരളോത്സവങ്ങളിൽ പല വേദികളിൽ, സ്കൂളുകളിൽ ഒക്കെ ക്ഷണിക്കപ്പെടുകയും ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമാ ഭ്രമം അപ്പോഴും വിട്ടില്ല. അങ്ങനെ പിന്നെ ഡിഗ്രി കഴിഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാർ സതീഷ് നെല്ലായ ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പല വട്ടം നടന്നിട്ടുണ്ട്. പല ആളുകളെ പോയി കണ്ടിട്ടുണ്ട്. മുരളി ചളവറ, വിഷ്ണു നെല്ലായ, ഇവരുടെയൊക്കെ ഒപ്പം ഞങ്ങൾ ഒരു യാത്ര തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരും ഓരോ നിലയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു സിനിമയിൽ. ആ ഒരു സന്തോഷം മനസ്സിലുണ്ട്, അതെന്ന് തന്നെ പറയട്ടെ. പിന്നീടുള്ള യാത്ര ഓരോ ഡയറക്ടർമാരുടെയും, അന്നത്തെ ഗ്രാൻഡായിട്ടുള്ള എല്ലാ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ഡയറക്ടർമാരുടെയും വീടുകളിൽ ഞാൻ പോയി. ചെറുപ്പം മുതലേ ഈ അഭിനയമോഹമായിരുന്നു. അതായത് ജോലിയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ പാഷൻ എന്താണോ അത് നിർവഹിക്കുന്നത്. അതിലിടയ്ക്ക് ഞാൻ BEd എടുത്തു. ഈ സമയത്തും ഉള്ളിൽ തിരുവനന്തപുരത്തായിരുന്നു എടുത്തത്. അപ്പോൾ അവിടെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള മോഹം, ഞാൻ അന്ന് ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാൻ പോയിട്ട് ഡയറക്ടർമാരെ കാണാൻ പോയത്. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയുള്ള യാത്രകളായിരുന്നു നിരന്തരമായിട്ട്. പിന്നീട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. 2004 ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നത്. അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ PN മേനോൻ എന്ന് പറയുന്ന മലയാളത്തിലെ അതികായൻ സംവിധാനം ചെയ്ത നേർക്കുനേരെ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പടമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അതിലായിട്ട് ആദ്യമായിട്ട് ഞാനൊരു വേഷം ചെയ്യുന്നത് CV ദേവേട്ടൻ്റെ കൂടെയുള്ളത്.
അത് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി. ഞാൻ പി എൻ മേനോൻ കൈയടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അതോടുകൂടി എനിക്ക് കോൺഫിഡൻറ്റ് കൂടി. അപ്പോൾ എനിക്ക് എന്നിലൊരു നടനുണ്ട്, അത് വികസിപ്പിക്കണം, എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് എന്നുള്ള ആ തീരുമാനം. അതേപോലെ തന്നെ അതിലൊരു എഴുത്തുകാരനുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ് എന്നെ ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഞാൻ പല സിനിമകളിലും കൂടെ ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് മഹേഷ് മിത്ര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ A.T. അബു സാറിൻ്റെ കൂടെയാണ് സിനിമയിലേക്കുള്ള ആദ്യ പ്രവേശം. അതാണ്, അഭിനയമല്ല, ആദ്യ പ്രവേശം A.T. അബു സാറിൻ്റെ കൂടെയാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം 1996 A.T. അബുവിൻ്റെ കലികാല വൈഭവം എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ വരുന്നത്. അപ്പോൾ അന്നൊക്കെ ഇവരെ കാണുക എന്നുള്ളത് വളരെ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സമീപിച്ചു, സാർ ഇങ്ങനെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം യാതൊരു മടിയും പറഞ്ഞില്ല. അതുവരെയുള്ള ഡയറക്ടർമാരൊക്കെ ഞാൻ കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞത് പറ്റില്ല, സാധിക്കില്ല, നടക്കില്ല, കാരണം എൻ്റെ അടുത്ത് 10 പേരുണ്ട്, 11 പേരുണ്ട്, 12 പേരുണ്ട്, ഇവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരവസരത്തിൽ എന്നെ ആദ്യമായിട്ട് കൈ പിടിച്ച് നീ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞ് എന്നെ നിർത്തിയത് A.T. അബുക്കയാണ്. അദ്ദേഹം മലയാളത്തിൽ മഹാരഥനായിട്ടുള്ള സംവിധായകനായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ കൂടെ നിർത്തിയത്. ആ സിനിമ പകുതി വഴിക്ക് വെച്ച് നിന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് എൻ്റെ യാത്രകൾ വീണ്ടും നടന്നു. അതോടൊപ്പം തന്നെ നാടകങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ചെയ്ത് സതീഷ് നെല്ലായുടെ കൂടെ കാണാക്കൊമ്പത്ത് എന്നുള്ള പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ദൂരം എന്നുള്ള പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഇങ്ങനെ എൻ്റെ സിനിമയ്ക്കൊപ്പമുള്ള യാത്ര. പക്ഷേ ലക്ഷ്യം എന്തായിരുന്നു? അഭിനയം, തിരക്കഥയും ഇത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ദൂരം യാത്ര. ഇപ്പോൾ സിനിമയിലും നാടകത്തിലുമൊക്കെ ഒരു സിനിമ രൂപപ്പെടുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൂടിയും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തിരക്കഥ ഉണ്ട്, അഭിനയമുണ്ട്, നാടകമുണ്ട് എന്നൊക്കെ കേട്ടു. അതൊരു സകലകലാ വല്ലഭനായിട്ടാണോ ഇപ്പോൾ ഈ സിനിമയിലെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്യശാസ്ത്രം മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിനയത്തിൽ ഞാനൊരു സകലകലാവല്ലഭൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് മാത്രം. നാട്യശാസ്ത്രത്തിൻ്റെ പല അധ്യായങ്ങളും വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ മേഖലകൾ തേടിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ പല വശങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മാത്രം. ഈ മുറിവൈദ്യൻ ആപത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അല്ല, ഈ ഒരു ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അതൊരു സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷം എന്ന് പറയുമ്പോൾ നാടകരംഗത്തു നിന്നും പകർന്നു കിട്ടിയ ഒരു കഴിവ് തന്നെയാണോ ഈ സിനിമയിൽ കുറച്ചുകൂടി? എനിക്കത് വളരെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ 1997 കേരള സംഗീത നാടക അക്കാദമിയിൽ വയലാ വാസുദേവപിള്ള സാർ നടത്തിയ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, സംഗീത നാടക അക്കാദമിയിൽ വെച്ചിട്ടാണ്. ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും എനിക്ക് അവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ P.K. നാരായണ പിഷാരടി, ഇബ്രാഹിം വെങ്ങര സാറ്, അതേപോലെ തന്നെ P.K. വേണുകുട്ടൻ നായർ, അങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള വയലാ വാസുദേവപിള്ള സാറ്, ബേബി സാറ്, സെൻറ്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, അദ്ദേഹം നാടകത്തിൻ്റെ ആചാര്യനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ട്രെയിനിങ്ങുകൾ വളരെയധികം എനിക്ക് സിനിമയിലേക്ക് വരാനും നാടകത്തിലേക്ക് വരാനും സിനിമയിലേക്ക് വരാനൊക്കെ വളരെയധികം അഭിനയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ എനിക്ക് സഹായകമായിട്ടുണ്ട്. നമ്മളെ ജീവിത സാഹചര്യങ്ങൾ അതും കൂടി ഒരു പ്രധാനമാണല്ലോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ. വീട്ടിലെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? നമ്മൾ ഈ സിനിമയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇതിന് കിട്ടിയ പ്രചോദനവും പ്രോത്സാഹനവും, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ട്? ഇപ്പോൾ സിനിമയിൽ ഒരു വേഷം അഭിനയിച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തി പോകല്ലോ, പക്ഷേ ഒരു ക്യാരക്ടർ റോൾ ചെയ്ത് നമുക്ക് സിനിമയിൽ എവിടെയെങ്കിലും എത്തിത്തീരുക എന്നുള്ളത് വളരെ റിസ്ക് പിടിച്ചൊരു സാഹചര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ളതും സപ്പോർട്ടും? ഓക്കെ, എൻ്റെ അച്ഛൻ്റെ പേര് രാമൻ വൈദ്യർ എന്നാണ്, ഞങ്ങൾ വൈദ്യർ ഫാമിലിയാണ്. അമ്മയുടെ പേര് ചിന്ന എന്നാണ്. ഞങ്ങൾ 8 മക്കളാണ് മൊത്തം. 3 പെൺമക്കളും 5 പുരുഷന്മാരും. ഏറ്റവും ഇളയാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ വീട്ടിലേക്ക് ആളുകളുടെ ധാരണ ഞാൻ പഠിച്ച് വലിയൊരു ഉദ്യോഗസ്ഥനാവുന്ന, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവുന്ന. കാരണം സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന, അച്ഛൻ വൈദ്യനാണെങ്കിൽ പോലും പല വൈദ്യശാലകളും പല സ്ഥലങ്ങളിലും ഇട്ടെങ്കിലും അതൊന്നും വിജയിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ശോചനീയാവസ്ഥയായിരുന്നു. ഞങ്ങൾ മക്കളാണെന്ന് ഒന്നും ആയിട്ടില്ല. ഞാൻ ജനിക്കുന്ന സമയത്ത് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു, മൂത്തത് അവരായിരുന്നുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ കുട്ടികളായിരുന്നത് കൊണ്ട് വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം സിനിമ, അതെന്നെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അമ്മ എന്നെ കയ്യും പിടിച്ച് ഈ മാസത്തിൽ 1-2 സിനിമ എന്തായാലും കാണിച്ചു തരും, ചെറുപ്പശ്ശേരി കൊണ്ടുപോയിട്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി വാശി പിടിക്കുക. അതെ, സിനിമയ്ക്ക് വേണ്ടി. അല്ല, അമ്മ വലിയ ആസ്വാദകയായിരുന്നു, സിനിമ ആസ്വാദകയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ താല്പര്യം കൊണ്ട് കൂടി തന്നെ കൊണ്ടുപോകും, എന്നെയും ഏട്ടനെയും കൊണ്ടുപോകും. ഇവിടുന്ന് ഈ സിനിമാ കാഴ്ചകൾ, ചെറുപ്പശ്ശേരി ദേവി സിനിമാസിൽ നിന്ന്, അതേപോലെ തന്നെ ആനന്ദമൊക്കെയാണ്.
ഇവിടുന്നൊക്കെ കണ്ടിട്ടുള്ള സിനിമാ കാഴ്ചകൾ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഭ്രമാത്മക ലോകം അതൊന്നും വിട്ടിട്ടില്ല. ഇന്നും എൻ്റെ മനസ്സിൽ സിനിമ തന്നെയാണ് പ്രധാനം. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുക. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഒരുപാട് പരിശ്രമം, ഒരുപാട് സപ്പോർട്ടുകൾ വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനാവും, BEd ഒക്കെ കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ് ഒരു ഹൈസ്കൂളിലെ അധ്യാപകനാവും എന്ന് തന്നെയാണ് അവരൊക്കെ വിചാരിച്ചത്. അവരൊക്കെ പ്രതീക്ഷ അതാ. ഞാൻ പോകുന്നു ഇവിടുന്ന്, ഞാൻ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ കൂലിപ്പണിക്കാവും പോവുക. അങ്ങനെ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഡയറക്ടർമാരെ കാണാൻ പോകും. സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഇവിടെ പാരലൽ കോളേജിൽ ഞാൻ ചെറുപ്പശ്ശേരി നിരവധി പാരലൽ കോളേജിൽ ഞാൻ 30 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിലിടയ്ക്ക് കിട്ടുന്ന ഇടവേളകളിലും ഞാൻ കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് ഞാൻ ചെലവഴിച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ യാത്രകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അന്ന് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രം, സതീഷ് നെല്ലായൊക്കെ അറിയായിരുന്നു, വിഷ്ണു നെല്ലായൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ മാത്രം സിനിമയെക്കുറിച്ച് എനിക്കറിയാം. കാരണം എൻ്റെ നാട്ടിൽ പറയാൻ പറ്റില്ല. കാരണം വളരെയധികം പ്രതീക്ഷയോടെ ആദ്യമായിട്ട് SSLC പാസ്സായ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ്. SSLC അതെ, പാസ്സായത്. ഇങ്ങനെ നടക്കുമ്പോൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിനാർക്കും അറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയണത് എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രമാണ്. ഈ സിനിമയായിട്ട് നടക്കുക എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത്. അവരുടെ ധാരണ ഞാനൊരു ജോലിക്കാരൻ. ഇപ്പം അടുത്ത് പോലും എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആളുകൾ ചോദിച്ചു, മുരളി ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയില്ലല്ലേ? പക്ഷേ ഞാനത് കേൾക്കും, അവർ വളരെ സങ്കടത്തോടെ പറയും, നിനക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ പറയും. പക്ഷേ എനിക്കതിൽ സങ്കടം തോന്നിയിട്ടില്ല. അവർ പറയുമ്പോൾ അവരുടെ ഫീലിംഗ് അവർ പറയുന്നത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത് പോലും എന്നോട് വളരെ സങ്കടത്തോടെ ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ആൾ ചോദിക്കാതാ, ഇനിയിപ്പോൾ സിനിമ ഇങ്ങനെ പബ്ലിസിറ്റി ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചോദിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതാണ് ചോദിക്കാനിരുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ മുരളിയുടെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ഒരു ക്യാരക്ടറും പോസ്റ്ററൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു, ഗാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളൊരു പ്രതികരണം എന്താണ്? ഇപ്പോൾ പ്രതികരണം പലർക്കും അത്ഭുതമാണ്. ഞാൻ ഈ ഇങ്ങനെ മീഡിയാസിലൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കാം, ഈ സിനിമയിലുണ്ടോ, സിനിമയൊക്കെ നീ ഉണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കാം, അതെ ഞാൻ ഉണ്ട്. ഞാൻ പറയും ഉണ്ട്, ഞാൻ 30 വർഷമായിട്ട് എൻ്റെ പുറകെ അലഞ്ഞു നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സെൻട്രൽ ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യുന്നത്. അത് എൻ്റെ കഥയിലൂടെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് ഇതിന് തയ്യാറായി മുന്നോട്ട് വന്ന, ഇത്രയും വലിയൊരു സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടി, ഫണ്ടിറക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കളരിക്കൽ ഫിലിംസിലെ മനോജേട്ടനും, അതേപോലെ തന്നെ സജിത്ത് പണിക്കർക്കും, അതേപോലെ തന്നെ ജിതേഷ് പണിക്കർക്കും, അതേപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള ശ്രീദേവ് കപൂരിനും ആണ്. ഒപ്പം തന്നെ സുമേഷ് ഇടുമ്പറായിട്ടുള്ള അതിൻ്റെ DOPക്ക് ഞാൻ നന്ദി പറയാണ്. കാരണം ആദ്യമായിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം, ഞാൻ പല ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ വഴിക്ക് DOP സുമേഷ് ഉടുമ്പറയാണ് ആദ്യമായിട്ട് വിളിച്ച് പറയുന്നത്, മുരളിയേട്ടാ നമുക്ക് ഇത് ഒരു സിനിമ ചെയ്തുകൂടെ എങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡയറക്ടർ വിളിച്ചു, അങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ട് വന്നു, പ്രൊഡ്യൂസർമാർ മീറ്റ് ചെയ്തു, കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു, എൻ്റെ ഷോർട്ട് ഫിലിമുകൾ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ അങ്ങനെയാണ് ഞാൻ ഈ ചേക്കു എന്ന കഥാപാത്രത്തിലേക്ക്. ഈ കഥാപാത്രം ആവാൻ ആ രചന നിർവഹിക്കുമ്പോൾ തന്നെ ആരെയാണ് കാസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ തന്നെ ആയിരുന്നു? ഞാനത് രചന സമയത്ത് തന്നെ കാസ്റ്റിംഗ് ഏകദേശം നടന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണത് എന്നുള്ളത്. അതെ കഴിഞ്ഞിരുന്നു. അത് ഡയറക്ടറും പ്രൊഡ്യൂസർമാരും എല്ലാം അങ്ങനെ തന്നെ കൺസെപ്റ്റിലാണ് പോയത്. മറ്റാരൊക്കെയാണ് ഈ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്? കുറേയൊക്കെ പബ്ലിഷായി കഴിഞ്ഞെങ്കിൽ കൂടി അതൊരു ഭാഗമായതുകൊണ്ട് ചോദിക്കുകയാണ്. ഭാഗമായത് ഞാൻ വേറൊരു ഭാഗ്യം കൂടി പറയാണ്. മലയാള സിനിമയിൽ പല പ്രമുഖ നടന്മാർക്കും ആദ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സങ്കടം എന്ന് പറയുന്നത് നായികയെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ എനിക്ക് എൻ്റെ നായികയായിട്ട് മെറീന മൈക്കിളിനെ കിട്ടി. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. രണ്ടാമത്തെ സിനിമയിലും അങ്ങനെ തന്നെ. ആരും എൻ്റെ രൂപം കണ്ടിട്ടോ എൻ്റെ വേഷം കണ്ടിട്ടോ അയാൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് അത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ സഹകരിച്ച് നിന്ന ഒരു നടനായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ എന്ന് നമുക്ക് ഇന്ന് പറയാവുന്ന സന്തോഷ് കീഴാറ്റൂർ. അദ്ദേഹമൊക്കെ വളരെയധികം കോപ്പറേറ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സുനിൽ സുഗത, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹവും അതേപോലെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ കോഴിക്കോട് രമാദേവി, അപ്പുണ്ണി ശശി, ഇങ്ങനെ ഒരുപാട് പേര്, ലത്തീഫ് കുറ്റിപ്പുറം, ചന്ദ്രൻ പട്ടാമ്പി. ഈ വള്ളുവനാട്ടിലെ ഒരു കലാകാരന്മാർ ഒരുപാട് അതെ അവരൊക്കെ നിരവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്ത ആളുകളാണ് അവരൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചന്ദ്രൻ പട്ടാമ്പിയെ കുറിച്ച് പറയാം, ചന്ദ്രൻ പട്ടാമ്പിയൊക്കെ എത്രയോ പടങ്ങളിൽ വേഷം ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോഴൊക്കെ ശിശുവാണ്. ലത്തീഫ് കുറ്റിപ്പുറം എത്രയോ പടങ്ങളിൽ ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂർ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു നിര, വിജയൻ ചാത്തന്നൂർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്, അദ്ദേഹമൊക്കെ ഈ പടത്തിലുണ്ട്.
ഇങ്ങനെ വളരെ വലിയ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് തെറ്റില്ലാത്ത തരത്തിലുള്ള ഒരു താരനിര ഈ സിനിമയിലുണ്ട്. അത് വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. എനിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രതീക്ഷയുമാണ് ഈ താരങ്ങളുടെയൊക്കെയുള്ള ഇടപെടലുകളും അവരുടെ ഉപദേശങ്ങളും ഇതൊക്കെ തന്നെ ഈ ക്യാരക്ടറൈസേഷന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലൊരു ഗാനം കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. അപ്പോൾ ഈ ഗാനം ഞങ്ങൾ കണ്ടു. ആ ഗാനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഒരു മിനിറ്റ് പ്ലേ ചെയ്യാണ്. ആ ഗാനം ഒന്ന് അതിൻ്റെ ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പോൾ മുരളിയേട്ടാ, അപ്പോൾ ഈ ഒരു ഗാനം വളരെ നല്ലൊരു ഇമോഷണലി ഒരു ഗാനമാണ് കണ്ടത് നമ്മളിപ്പോൾ. അത് എങ്ങനെയായിരുന്നു? ആ ഒരു ഗാനരചനക്കാരാണ് ഇതിൻ്റെ നിർവഹിച്ചിട്ടുള്ളത്? ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് OM കരുവാരക്കുണ്ട്. മലയാളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന മലയാളം പാട്ട് മറ്റേ അറബി അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട്, അതാണ് മാപ്പിളപ്പാട്ട് എഴുത്തുകാരനാണല്ലോ OM കരുവാരക്കുണ്ട്. അദ്ദേഹമാണ് എഴുതിയ മനോഹരമായിട്ടുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ. മിഴിയേതോതോ എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹത്തിൻ്റെ വരികളാണ്. അദ്ദേഹം അത് വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. മിഥുൻ മലയാളമാണ് സംഗീതം നൽകിയിട്ടുള്ളത്. മിഥുൻ മലയാളം നിരവധി പടങ്ങൾക്കൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ആ മെലഡി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിത്താര കൃഷ്ണകുമാരാണ് അത് പാടിയിട്ടുള്ളത്. കൊല്ലം അഭിജിത്ത് പാടിയ മറ്റൊരു ടൈറ്റിൽ സോങ്ങും നിലവിലുണ്ട്. ആ ടൈറ്റിൽ സോങ് അറബി മലയാളം ലാംഗ്വേജിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് OM കരുവാരക്കുണ്ട് മാഷ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. അറബി മലയാളത്തിൻ്റെ പ്രത്യേകത അത്രയധികം സുപരിചിതമല്ലാത്ത ഒരു ഭാഷ. ഇന്ന് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ എഴുതിയില്ല. മറ്റേ മൊയ്നുകുട്ടി വൈദ്യർക്ക് ശേഷമൊക്കെ നമുക്ക് പറയാവുന്ന ഏറ്റവും അതികായനായിട്ടുള്ള ഒരാളാണ് OM കരുവാരക്കുണ്ട് മാഷ്. അദ്ദേഹം അത് മനോഹരമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പടപ്പാട്ടിൻ്റെ അകമ്പടിയാണ്. അപ്പോൾ ഈ പടം നമ്മൾ ചർച്ച തുടങ്ങുന്ന സമയത്ത് എന്നോട് ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മാപ്പിളപ്പാട്ട് നമുക്ക് ഏകദേശം അറിയാം. മാപ്പിളപ്പാട്ട് ഒരു ഈണത്തിലല്ല, എല്ലാം പലതുമുണ്ട്. മാലപ്പാട്ട്, പടപ്പാട്ട്, ഉറുദി, വിരുത്തം, കിസ്സ, കെസ്, കത്തുപാട്ട്, കല്യാണപ്പാട്ട്, ഒപ്പനപ്പാട്ട്, ഇങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇതിലത്തെ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടറും ഇവരൊക്കെ പ്രൊഡ്യൂസർമാരൊക്കെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ പറഞ്ഞു അത് പടപ്പാട്ടാണ് വേണ്ടത്. കാരണം ഇത് രണവീര്യമുള്ളൊരു കഥയാണ് നമ്മൾ പശ്ചാത്തലമാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടപ്പാട്ടിൻ്റെ ആ ഈണവും ആ ശക്തി, ആ താളം, ആ യുദ്ധവീര്യം ഇതൊക്കെ ഈ പാട്ടിലുണ്ടായിരിക്കണം. എന്നാൽ ചേക്കുവിൻ്റെ ആത്മസംഘർഷങ്ങളും മനോവികാരങ്ങളും ഇതിലുണ്ടായിരിക്കണം എന്നാണ് നിർദ്ദേശം പടം ഉണ്ടായത്. അതിനനുസരിച്ച് അനുസരിച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. 2 പാട്ടുകളും വളരെ മനോഹരമാണ്. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സോങ് റിലീസിങ് കഴിഞ്ഞാണ് കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല പാട്ടാണ്, നല്ല പാട്ടുകളാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞ് ഇനിയും പുതിയ പ്രൊജക്റ്റുകളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് കേട്ടു. അതിലും മികച്ച ക്യാരക്ടർ തന്നെയാണോ? അങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. അനൗൺസ് ചെയ്യാറായോ പുതിയ ഫിലിംസ്? ഇപ്പം ഞാൻ നായകനായിട്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന അതാണ് തിറ എന്ന് പറയുന്നത് സിനിമ. മലയാള സിനിമയിലെ മറ്റൊരു പ്രഗത്ഭ സംവിധായകനായിട്ടുള്ള കുമാർ നന്ദയാണത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ സിനിമയാണെന്നാണ് എൻ്റെ ധാരണ ഇത്. അദ്ദേഹം ഏകദേശം 300ഓളം മലയാള സിനിമകൾക്ക് ഫണ്ടിറക്കി കോപ്പറേറ്റ് ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹം ഇന്ന് വളരെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് തിറ എന്ന് പറയുന്നത്. അതിൽ ഈ ജഗളയിലെ സുമേഷ് ഉടുമ്പറ എന്ന് പറയുന്ന DOP തന്നെയാണ് അതിൻ്റെയും DOP. അതിലും വളരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ തന്നെയാണുള്ളത്. കുമാർ നന്ദ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. അതും അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന പേര് നമുക്ക് വള്ളുവനാടൻ കഥാപശ്ചാത്തലം തന്നെ ആവുമോ അതിൻ്റെ? അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങളാവും? അല്ല, അത് വള്ളുവനാടിൻ്റെ തിറയല്ല, പൂതൻ തിറ എന്ന് പറയുന്ന തിറയല്ല. മറിച്ച് ആ തിറ എന്ന് പറയുന്നത് കണ്ണൂർ ഭാഗത്തുള്ള തെയ്യം തിറയിലെ തിറയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അതല്ല സിനിമയുടെ പശ്ചാത്തലം. സിനിമയുടെ പശ്ചാത്തലം അട്ടപ്പാടിയിൽ നടക്കുന്ന ചില ട്രൈബൽസിൻ്റെ ഏരിയയിൽ നടക്കുന്ന ചില ഒരു മൂപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിലൂടെ ആ ഗ്രാമത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ഇതെല്ലാമാണ് തിറയുടെ വൃത്തം എന്ന് പറയുന്ന പശ്ചാത്തലം എന്നൊക്കെ പറയാവുന്നത് അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ആഗ്രഹിച്ച പോലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നമ്മൾ സഫലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇപ്പോൾ മുരളിയേട്ടൻ കാണുന്ന വലിയൊരു പ്രൊജക്റ്റൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ കാണുന്ന ആ സ്വപ്നം എന്താണ്? ഇപ്പോൾ സിനിമാ രംഗത്ത് നമ്മളെ മുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിനപ്പുറം വലിയൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ എന്തായാലും. സിനിമയിൽ ഇപ്പോൾ വലിയ നടന്മാരൊക്കെ ഒപ്പം അഭിനയിക്കുക, അല്ലെങ്കിൽ അവരെ ലെവലിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം തന്നെയാണല്ലോ. തീർച്ചയായും. അങ്ങനെയുള്ള പ്രൊജക്റ്റ് എന്തെങ്കിലും മനസ്സിലുണ്ടോ? വലിയ നടന്മാരെ വെച്ചിട്ടോ വലിയ അവരോടൊപ്പം അഭിനയിക്കാനോ അല്ലെങ്കിൽ അവരെ ഒപ്പം വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടോ? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചല്ല, പക്ഷേ ഞാൻ നിങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ചോദ്യം. ഞാൻ 2012
ജില്ലാ ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഭീമായനം എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ ചെയ്തിരുന്നു. ഭീമൻ്റെ പ്രമാണകോടി മുതൽ മഹാപ്രസ്ഥാനം വരെയുള്ള യാത്രകൾ, ഭീമൻ്റെ ഏകാന്തതകൾ, ആത്മസംഘർഷങ്ങൾ, ദ്വന്ദ്വയുദ്ധങ്ങൾ, ഇങ്ങനെ പോയിട്ട് അവസാനം അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യുന്ന ആ ഘട്ടം വരെയുള്ള ഒരു കഥയായിരുന്നു അത്. അതിൽ നിരവധി നാടകങ്ങളുണ്ടായിരുന്നു. ആ നാടകങ്ങളിൽ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് എന്ന അംഗീകാരം കിട്ടിയതാണ് ഭീമായനം. അത് ഞാൻ സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ട്, സിനിമ സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഈ നാടക അവതരണത്തിന് ശേഷം. അത് സിനിമയാക്കാനുള്ളതാണ്. അതൊരു മഹാ ബജറ്റാണത്. ഒരു പാൻ ഇന്ത്യൻ മൂവി പോലെയാണ്. കേൾക്കുന്നവർ വിചാരിക്കും തള്ള വിചാരിക്കും, തള്ളല്ല, ഫുൾ സ്ക്രിപ്റ്റാണ്. ഞാനത് എല്ലാം ഫുൾ സ്ക്രിപ്റ്റാണ്. അത് ഇനി സബ്മിറ്റ് ചെയ്യുള്ളൂ. ഞാൻ പലരെയും ഞാൻ അപ്രോച്ച് ചെയ്തു, പല കേരളത്തിലെ തന്നെ മലയാളത്തിലെ തന്നെ പല അധികായന്മാരെയും ഞാൻ അപ്രോച്ച് ചെയ്തു. റെസ്പോണ്ടൊന്നും കിട്ടിയിട്ടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ മലയാളത്തിലെ തന്നെ അടുത്ത ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും ഭീമായനം എന്ന് പറയുന്നത്. അതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ നടന്മാരൊക്കെയാണ് ഉള്ളത്? നമ്മളെ ഞാൻ അങ്ങനെ ഒരു നടനെ ഉദ്ദേശിച്ചല്ലത് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഉള്ളിൽ ഭീമൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രൂപമുണ്ട്, അതിനൊരു ഭാവമുണ്ട്. ഒരു ബിഗ് പ്രൊജക്റ്റാണ്. ഒരു ബിഗ് പ്രൊജക്റ്റാണ്. അതിന് ആപ്റ്റായിട്ടുള്ളത്, അതിന് ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ശരീരഭാഷ മാത്രമല്ല, അഭിനയത്തിൽ ഭാഷയുണ്ടായിരിക്കണം. എല്ലാം തികഞ്ഞ ഒരാളായിരിക്കണം എന്നാണ് എനിക്ക്. ഭീമനെ പോലെ തന്നെ ആയിരിക്കണം. ഭീമനെ പോലെ തന്നെ ആയിരിക്കണം. ഭീമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടും കേട്ടുമ്പോഴുള്ള കുടവയറൊക്കെയുള്ളൊരു ഭീമനല്ല. പവർഫുള്ളായ ഫിസിക്കലി പവർഫുള്ളാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും ഭീമൻ തൻ്റെ ആത്മസംഘർഷങ്ങളാണ് കാണിക്കുന്നത്. തൻ്റെ വേദനകൾ പങ്കിടുന്നുണ്ട്. താൻ ഒറ്റപ്പെട്ടു പോകുന്നവനാണെന്നുള്ള തോന്നലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയാണ് ആ മൂവി. ഇപ്പോൾ ചില അന്യഭാഷാ ഫിലിംസ് എന്നൊക്കെ ഫിലിം ഡയറക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ക്ഷണം വന്നു എന്നും കേട്ടു. അതേതായിരുന്നു? അത് എൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. AT അബു സാറിൻ്റെ, എന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിപ്പിച്ച മഹേഷ് മിത്ര സാറിൻ്റെ, അങ്ങനെ മഹാദേവൻ സാറിൻ്റെ, ഒരുപാട് പേരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അത് തുടക്കക്കാരനായതുകൊണ്ട് വെളിവാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് അത് എത്രത്തോളം എന്നെ എനിക്ക് കൂടുതൽ മുന്നോട്ട് നീങ്ങണം. അതിനുവേണ്ടി ഈ ഓഫറുകളാണിത്. സിനിമ എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വത്തിൻ്റെ മേഖലയാണ്. ഇത് നടന്നാൽ നടന്നു, തുടങ്ങി തന്നെ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഈ തിറ എന്നുള്ള സിനിമയിലും ഒരു വെറൈറ്റി ക്യാരക്ടർ തന്നെയാണല്ലേ കിട്ടിയിട്ടുള്ളത്? ഒരു ഭാഗ്യം തന്നെയല്ലേ? ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറാണല്ലോ കിട്ടുന്നത്. തീർച്ചയായിട്ടും. എൻ്റെ ഈ കാത്തിരുന്നാൽ കനകം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം ഉണ്ടായത്. ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്ന് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എത്താൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ആ സങ്കടങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം പോലെ ജഗള എന്നിലേക്ക് വന്നു, ചേക്കു എന്നിലേക്ക് വന്നു. അത് അറിഞ്ഞാണ് എന്നെ തിറയിലേക്ക് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. ഇത് വേറെ മലയാളത്തിലെ വേറെ ചില പ്രമുഖ നടനെയും നടിയൊക്കെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെയാണ് എൻ്റെ പേര് ഇതിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നത്. കൺട്രോളർ മുഖാന്തരം ആയിരിക്കും, പ്രൊഡ്യൂസർ മുഖാന്തരം എങ്ങനെയൊക്കെയോ ഇത് എൻ്റെ മുന്നിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയാണ് ഡയറക്ടറുടെ മുന്നിലേക്ക്. ഈ ജഗളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ്? അതെ, അത് ഇപ്പോൾ അടുത്താണ്. ഇത് ഈ സംഭവം ഒരു 4-5 മാസം മുന്നേ. അപ്പോൾ എന്നോട് അട്ടപ്പാടിയിലേക്ക് തന്നെ വിളിക്കപ്പെടുകയാണ്. എന്നോട് ആദ്യം പറഞ്ഞത് വയനാട്ടിലേക്കല്ലാണ്, അവിടെ ഒരു ഷൂട്ട്, അവിടെ വയനാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് അട്ടപ്പാടിയിലേക്ക് വരണം, ഇങ്ങനെ ഒരു മൂവിയുടെ ചർച്ച നടക്കുന്നുണ്ട്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെന്ന് വഴിക്ക് ഡയറക്ടറെ എന്നെ കണ്ട വഴിക്ക് തന്നെ പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇടേണ്ടി വരും. ഒരു ആദിവാസി മൂപ്പൻ എന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു ക്യാരക്ടർ. എനിക്കൊക്കെ ഹെവി, എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞുകുട്ടി എങ്ങനെയാണ് ഒരു ഭാരം എടുക്കുന്നത്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ വലിയ ക്രൈസാണ് തോന്നിയത്. സാറ് ചോദിച്ചു ഇത് ചെയ്യുമോ ചോദിച്ചു. ഡയറക്ടർ കുമാരനാഥൻ സാറ് ചോദിച്ചു മുരളി ഇത് ചെയ്യുമോ ചോദിച്ചു. എൻ്റെ മേക്ക് ഓവറൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ നീ ഇത് ചെയ്യുമോ ചോദിച്ചു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പിന്നീട് അവിടെ നിന്ന് എനിക്ക് ആ സബ്ജക്റ്റ് എനിക്ക് പറഞ്ഞു തന്ന സബ്ജക്റ്റ്, ഞാൻ മലയാളത്തിൽ ഇത്രയും മനോഹരമായിട്ട് സബ്ജക്റ്റ് പറയുന്ന ഒരാളെ കേട്ടിട്ടില്ല. അത് ഒരു 2 മണിക്കൂർ ഞാൻ ആ സബ്ജക്റ്റ് കേട്ട് പുറത്തിൻ്റെ ഇറങ്ങിയ വഴിക്ക് എനിക്കൊരു സിനിമ കണ്ട എഫക്റ്റാണ് ഉണ്ടായത്. അത്രയും മനോഹരമായി സീൻ ടു സീന്, ഷോട്ട് ടു ഷോട്ട് അദ്ദേഹം അതിമനോഹരമായിട്ടാണത് എനിക്ക് വിവരിച്ചു തന്നത്. അതോടുകൂടി എനിക്ക് വലിയ ക്രേസായി. കാരണം എന്താ വെച്ചാൽ ഞാൻ മലയാളത്തിലെ അധികായന്മാരായിട്ടുള്ള സംവിധായകർ ചെയ്തു വെച്ച ചില കഥാപാത്രങ്ങൾ, ചില നടന്മാർ ചെയ്തു വെച്ച ചില കഥാപാത്രങ്ങൾ അത് വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ലഭിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ 2 വേഷങ്ങളും ഒന്നിനും ഏത് മെച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും നല്ല മെച്ചപ്പെട്ട 2 വേഷങ്ങളാണ് കിട്ടിയത്. അതാണ് മലയാള സിനിമയിൽ ഞാൻ ആഗ്രഹിച്ചതും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും അത് തന്നെയാണ്.
വേറെ ഒന്നുമില്ല. അതൊക്കെ ഞാൻ ഈശ്വരനോട് ഇന്ന് നന്ദി പറയുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ജഗള എന്ന സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ ചെർപ്പശ്ശേരിക്കാർക്കും നെല്ലായക്കാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു വലിയ നടനായിട്ട് താങ്കൾ വളർന്നു വരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എന്തായാലും നമ്മുടെ നാട്ടുകാരൻ അഭിനയിച്ച ഒരു സിനിമ എന്ന നിലയ്ക്ക് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാൻ. ഒരു കാര്യം കൂടി പറയാനുണ്ടായി. പറഞ്ഞു. എൻ്റെ ഈ കലാജീവിതത്തിൽ എനിക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ ഇത് അറിയാൻ തുടങ്ങിയപ്പോൾ നാടകമൊക്കെ ചെയ്യുന്ന ഞാൻ പറയാം, പണ്ടേ നാടകം ചെയ്യുന്നതൊക്കെ പറഞ്ഞ സമയത്ത് ഈ നാട്ടുകാർ അനവധി പേരെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പലരോടും ചെന്ന് കാര്യങ്ങൾ ഓരോ കടകളിലായാലും ചെർപ്പളശ്ശേരി ആയാലും നെല്ലായാലും പേങ്ങാട്ടിയായാലും എന്ത് നാട്ടുകൂടെ ആയാലും പറയുമ്പോൾ അവർക്ക് ആദ്യം ക്യൂരിയോസിറ്റി, അത്ഭുതമാണ് ഉണ്ടാകുന്നത്. പിന്നീട് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഞാൻ പ്രതീക്ഷിക്കാത്തതിലപ്പുറം. അതെ, നമ്മൾ ഇടയിൽ കൂടെ നടന്ന ഒരാൾ വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതവും അതൊരു ഈഗോയിസം ഇല്ലാത്ത തരത്തിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതെ, അതൊക്കെ പങ്കിടുന്നു, അവരവരുടെ സ്റ്റാറ്റസിലിടുന്നു. ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ ഇപ്പോൾ ഉള്ള ഈ മുന്നോട്ടുള്ള ചലനത്തിൽ അതൊക്കെ തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാം സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ അതിലും കൂടുതലായിട്ട് ഞാൻ പറയുന്നത് മീഡിയാസിൻ്റെ കാര്യമാണ്. മീഡിയാസൊക്കെ എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെയധികം, ഞങ്ങളെ ഈ പടത്തിന് തന്ന സപ്പോർട്ടുകൾ അത് തുടർന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുന്നോട്ടുള്ള യാത്ര സുഗമമാവാൻ നിങ്ങളുടെയൊക്കെ ഈ സഹകരണങ്ങൾ, ഈ പ്രോത്സാഹനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം. ഞങ്ങളോട് അല്പനേരം സമയം തന്നതിനും സംസാരിച്ചതിനുമൊക്കെ വളരെയധികം നന്ദി. ഈ സിനിമ വളരെ ഗംഭീരമായി ഓടട്ടെ, കൂടുതൽ അവസരങ്ങൾ ഇനിയും തേടിയെത്തട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സന്തോഷം.